പള്ളിയിലേക്ക് പറഞ്ഞയക്കണമേ. അത് നിന്റെ ധർമ്മമാണ്, നിന്റെ ബാധ്യതയാണ്. നിന്റെ സുഹൃത്തിനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണമേ. നിന്റെ അയൽവക്കക്കാരോട് നമസ്കരിക്കാനും നന്മ കൽപ്പിക്കുകയും ചെയ്യണമേ. നാളെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ യജീഉർ റജുലു മുതഅല്ലിഖുൻ ബിജാരിഹി, അയൽവക്കക്കാരനായ ചെറുപ്പക്കാരൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. അയൽപക്കക്കാരനായ നമസ്കാരക്കാരനെയും കൂട്ടിയിട്ട്, നോമ്പുകാരനെയും കൂട്ടിയിട്ട്, ആലിമിനെയും കൂട്ടിയിട്ട് വെള്ളമടിച്ചു കുടിച്ചു കൂത്താടിക്കിടന്ന ചെറുപ്പക്കാരനായ അയൽപക്കക്കാരൻ ഈ ആലിമിനെയോ ഈ സദ്വൃത്തനെയോ പിടിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വന്നിട്ട് പറയുകയാണ്, യാ അല്ലാ, പടച്ച റബ്ബേ, ഖദ് ഖാനനീ, ദുനിയാവിൽ എന്നെ വഞ്ചിച്ചവനാണ് അല്ലാ, ദുനിയാവിൽ എന്നെ വഞ്ചിച്ചവനാണ് അല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന ഹദീസാണ്. ഈ മനുഷ്യനായ വെക്കക്കാരനായ മനുഷ്യൻ പറയുകയാണ്, ഈ സദ്വൃത്തനെ പിടിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, അല്ലാഹുവേ, ദുനിയാവിൽ എന്നെ വഞ്ചിച്ചവനാണ് അല്ലാ. ഉടനെ ഈ സഹോദരൻ പറയുകയാണ്, വഇസ്സതിക വജലാലിക, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ് അല്ലാഹുവേ, മാ ഖുന്തുഹു ഫീ അഹ്ലിൻ വലാ മാൽ, ഒരു കാരണവശാലും ഞാൻ അവന്റെ സ്വത്തോ മുതലോ കുടുംബത്തെയോ ഞാൻ വഞ്ചിച്ചിട്ടില്ല പടച്ച റബ്ബേ, വഞ്ചിച്ചിട്ടില്ല പടച്ച റബ്ബേ, സത്യമാണ് അല്ലാഹുവേ, സത്യമാണ് അല്ലാഹുവേ എന്ന് ആ അയൽവക്കക്കാരനായ സദ്വൃത്തൻ പറയുമ്പോ ആ അഹങ്കാരിയും തമ്മാടിയുമായ അയൽവക്കക്കാരൻ പറയുകയാണ്, സദഖ യാ റബ്ബ്, ശരി തന്നെയാണ് അല്ലാഹുവേ, ശരി തന്നെയാണ് അല്ലാഹുവേ, ആ വിഷയത്തിൽ അവൻ എന്നെ വഞ്ചിച്ചിട്ടില്ല അല്ലാ. പക്ഷേ പടച്ച റബ്ബേ, ഫലമ്മാ റആനി അലാ മഅസിയ, ഞാൻ മദ്യപിച്ച് എത്രയോ ദിവസങ്ങൾ എന്റെ അയൽപക്കത്ത് വന്ന് തെറി വിളിക്കുമ്പോ, പരിഹസിക്കുമ്പോ, ആക്ഷേപിക്കുമ്പോ, അസഭ്യവർഷങ്ങൾ ചൊരിയുമ്പോ, എന്റെ ദുഷിച്ച സ്വഭാവം കണ്ടിട്ട് അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാത്തവനാണ് അല്ലാ. നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ ഇവൻ ബൈക്കെടുത്ത് നേരെ പള്ളിയിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അല്ലാ. എന്നോടൊരു സതുപദേശം പോലെ നൽകുകയോ എന്നെ വിളിച്ച ആ ബൈക്കിന്റെ പിറകിൽ കയറ്റിയിരുത്തി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അല്ലാ. പടച്ച റബ്ബേ, ലോട്ടറിയുമായിട്ട് എന്റെ മുന്നിലൂടെ കടന്ന് ഇവൻ കച്ചവടം ചെയ്യുമ്പോ ഞാൻ കടയിൽ തൊപ്പിയും വെച്ചിട്ട് കച്ചവടം ചെയ്തവനാണ് അല്ലാഹുവേ. ഒരിക്കൽ പോലും ഞാൻ അവനോട്, മകനെ, ഇത് ഹറാമാണടാ, ഇത് ഈ കച്ചവടം ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ റബ്ബേ, പറഞ്ഞിട്ടേ ഇല്ല അല്ലാ. എത്രയോ ഹറാമിന്റെ പ്രവർത്തികൾ ചെയ്തത് എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ട് അവനെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഇല്ല അല്ലാ. അതിന്റെ പേരിൽ അയൽവക്കക്കാരനെ ഞാൻ വഞ്ചിച്ചവനായി അതിന്റെ പേരിൽ ഈ സാധുവായ സദ്വൃത്തനായ മനുഷ്യൻ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സത്യവിശ്വാസിയുടെ കടമ ഉപദേശിക്കണം. നമ്മൾ റാത്തോടെ നിസ്കരിക്കാൻ പോകും, അയൽവക്കക്കാരെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുക, അല്ലാഹ് വെറുതെ വിടില്ല. നമ്മളെയും പിടിക്കും, പാടാ കയറി പാടാ. നമ്മുടെ ജുബ്ബായിൽ പിടിച്ചിട്ട് അയൽവക്കക്കാരൻ വരും അള്ളാന്റെ കോടതിയിൽ പരാതി പറയാൻ, അല്ലാഹുവേ, ഇവൻ എന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ക്ഷണിക്കാത്തവനാണ്, ഞാൻ മദ്യപിച്ചിട്ട് വരുമ്പോ അതിൽ നിന്ന് എന്നെ നിരുത്സാഹപ്പെടുത്താത്തവനാണ്, ഞാൻ TV കാണുമ്പോ അതിന്റെ കേബിൾ ഊരിവിടാത്തവനാണ്, ഞാൻ തെറ്റ് ചെയ്യുമ്പോ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കാത്തവനാണ്. അതുകൊണ്ട് ഇവനോട് നീ ചോദിക്കണേ, എന്നെ നീ വെറുതെ വിടണേ അല്ലാ. കുടുങ്ങിയത് ഹദീസ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കള് TV കാണുമ്പോ ഒന്നുകൂടെ വലിയ LED LCD മേടിച്ചു വെച്ചുകൊട്, നല്ല പോലെ കാണട്ടെ. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ വാപ്പായെയും ഉമ്മായെയും ഈ മക്കളുടെ കൈകൊണ്ട് തന്നെ നാളെ നരകത്തിൽ വലിച്ചെറിയും. യാതൊരു സംശയവും വേണ്ട. മക്കളുടെ പോക്ക് നരകത്തിലേക്കുള്ള പോക്ക്, അതിനുള്ള മുഴുവൻ വഴികളും ഒരുക്കി വെക്കുന്നത് ഈ മാതാപിതാക്കളല്ലേ. പരിശുദ്ധമായ മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങുമ്പോ ടിവിയുടെ മുന്നിൽ പോയിരുന്ന് കണ്ടോ, വളർന്നു വരുന്ന മക്കൾ അത് കാണട്ടെ. ഇൻഷാ അല്ലാഹ് ആരുടെ മണ്ണിലേക്ക് ആ മയ്യത്ത് കൊണ്ടുവെക്കുമല്ലോ. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മക്കളാണ് നാളെ അള്ളാന്റെ മുന്നിൽ പരാതി പറയുക. ആ ഹദീസാണ് ഞാൻ ഓതിയത്. വേണമെങ്കിൽ സ്വീകരിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോ. എനിക്കത്രേ പറയാം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ബാക്കി അങ്ങോട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. സമയമില്ല,
അള്ളാഹു തൗഫീക്ക് ചെയ്താൽ അതൊരു സമയം പോലെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും. ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞാണ്. നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കരുത്. ഇൻഷാ അള്ളാഹ് വരാൻ തൗഫീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു തോന്നി, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മണിയറ രഹസ്യം എന്ന കാസറ്റ് ഉണ്ട് പഠിക്കേണ്ടത്. ഒരുപാട് ചെറുപ്പക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ, ഉസ്താദന്മാരോട് ചോദിക്കാൻ പറ്റാത്ത പല സംശയങ്ങളും ഞങ്ങൾക്കതിൽ പഠിക്കാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ 3-ാം ഭാഗം വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതും പറയും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഇനി പുതിയ മസലകൾ മനസ്സിലാക്കാനുണ്ട്. അല്ലാഹ് റഹ്മാൻ, ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? അങ്ങനെയാണ് നബിദിന ആഘോഷം. ഇതെല്ലാം വിവാദ വിഷയങ്ങളല്ലേ എൻ്റെ പൊന്നായ തങ്ങന്മാരെ? ഇതൊക്കെ ഇട്ട് എന്നെ ഇതിലേക്ക് ഞാൻ എന്ന് പ്രസംഗിച്ചതിലും വല്ല സംശയമുണ്ട്? ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഓരോരോ കാര്യങ്ങളല്ല. എന്നെ ഇതിലേക്ക് വലിച്ചെടുങ്ങാറ്. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അതാത് പള്ളിയിലെ ഉസ്താദന്മാരോട് ചോദിച്ചോളൂ. നബിദിന ആഘോഷിക്കാവോ, ബർത്ത്ഡേ ആഘോഷിക്കാവോ എന്നൊക്കെയുള്ള കാര്യം. നമ്മൾ ഇന്നത്തെ വല്ല വിഷയത്തിൽ ഇതൊക്കെ വെറുതെ ഉടായ്പ ചോദ്യങ്ങൾ നമ്മളെ ഇടങ്ങറാക്കാൻ വേണ്ടിട്ട് അല്ലേ? അകത്തിരിക്കുന്നവർക്കൊന്ന് കുറച്ച് അടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നിൽക്കറിയില്ലോട്ട് നമുക്ക് വരക്കാം. മിനിറ്റ് ഇങ്ങോട്ട് വന്നാലും മതി. പെട്ടെന്ന് അടുത്തിരുന്നോളി. എന്റെ ദ്വാരക്കം വായിക്കാൻ ചോദ്യമില്ലാന്നോ? പരിപാടിക്ക് സാമ്പത്തിക സഹായം ചെയ്തവർക്ക്, മരണപ്പെട്ടവർ, കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ബിസിനസിന്റെ പുരോഗതിക്ക്, സുഖപ്രസവത്തിനും, മക്കൾ സാലിഹ്യങ്ങളാകുന്നതിന്, ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്നവർക്ക്, വിദേശത്തുള്ള ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി, അനുയോജ്യരായ വിവാഹം നടക്കുന്നതിന് വേണ്ടി, പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിന്, ഉംറയ്ക്ക് പോകുന്ന മാതാവിന് വേണ്ടി, കടം വീട്ടുന്നതിന് വേണ്ടി, അല്ലാതെ അസ്ലാം, വീടില്ലാത്ത സഹോദരി, സുഖമില്ലാത്ത കുട്ടി, പരിപാടിക്ക് സഹോദരൻ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എഴുതിയതും എഴുതാത്തതും എല്ലാം അല്ലാഹു ഖബൂലാക്കട്ടെ. ചോദ്യം ഒന്നൂടെ മോനെ. അങ്കമാലി ദർസുൽ മുത്തല്ലിമീങ്ങൾ ഭക്ഷണം വെച്ച് തരുന്ന ഇത്തയുടെ കാലിൻ്റെ അസുഖം മാറാനുണ്ടോ? അല്ലാഹുവേ, ചോദ്യമാണോ? ഇയാട് വരുമ്പോൾ പേടി വരുന്നതുകൊണ്ടാണ്. വിജ്ഞാന രാവുകൾ പല ശൈലിയിലായി. ഏപ്രിൽ 4-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് EP അബൂബക്കർ കാസിമി പത്തനാപുരം നശിക്കുന്ന യുവത്വം എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു. ഇവിടെ മാറമ്പള്ളി, ആലുവ, ചാലക്കൽ, MLA സ്റ്റോപ്പ് ചാലക്കൽ കേട്ടോ. ഏപ്രിൽ 1 മുതലുണ്ട് പരിപാടി. ഏപ്രിൽ 1 മുതൽ പരിപാടിയുണ്ട്. മുഹമ്മദ് ഷാഫി മൗലവി, 2 അൻവർ മൊഹീദ്ദീൻ ഹുദവി, 3 അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി, 4 അബൂബക്കർ കാസിമി, 5 ദുആ സമ്മേളനം. ബഹുമാനപ്പെട്ട ഷേഖുന ചെറുവാളൂർ ഹൈദറോസ് മുസ്ലിയാർ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ക്യാൻസർ രോഗം അല്ലാഹു ഷിഫയാക്കട്ടെ. പടച്ചവനെ, മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ റബ്ബേ. ആ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് നീ ആഫിയത്ത് കൊടുക്കണേ പടച്ച റബ്ബേ. ക്യാൻസറായിട്ട് RCCയിൽ കിടക്കുന്ന സഹോദരനോ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, റഹ്മാനായ റബ്ബേ, നീ പരിപൂർണമായി ശിഫാ നൽകണേ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നൽകണേ പടച്ച റബ്ബേ. പരിപൂർണമായി ശിഫാ നൽകണേ പടച്ചവനെ. സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നൽകണേ. ആ രോഗങ്ങളും ഞങ്ങൾക്കോ ഞങ്ങളുടെ അഹലുകാർക്കോ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എല്ലാവരിലുണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ ദുആ എടുക്കാൻ എന്തെങ്കിലും സദഖകൾ നൽകിയിട്ട് ദുആ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. നമ്മുടെ ഇതിന്റെ പരിപാടിക്കുണ്ട് എന്തെങ്കിലും 500 200 എല്ലാം ഉണ്ടെങ്കിൽ വാ. ബിസ്മില്ലാ. അല്ലാഹുവേ നീ അദ്ദേഹത്തെ സഹായിക്കണേ പടച്ചവനെ. ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. ഖബൂലാക്കി കൊടുക്കണേ പടച്ചവനെ. മക്കളെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളെ നൽകണേ പടച്ച തമ്പുരാനെ. ഇങ്ങനെല്ലാം ഉണ്ട്. ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാസ്റ്റ് മുസാവത്താക്കിട്ട് പോലെ അല്ലേ? മുസാവത്താക്കുവോ? എന്നാലും എന്തെങ്കിലും തരുമല്ലോ എളുപ്പേ. ചിലവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ഇതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെയല്ലേ നടക്കുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. പിരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ പകുതി പിരിച്ചാനും പകുതി പ്രസംഗിച്ചാനും.
2 മണിക്കൂറായി. ഇത്രയും പ്രസംഗിച്ച ചരിത്രം ഇല്ല. എല്ലാവരുടെയും വയറ് നിറഞ്ഞു കാണുമല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ദിക്റില്ലെന്ന് ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ചെല്ലേണ്ട ദുആരക്കാണോ ചൊല്ലി 10 പ്രാവശ്യം ദിക്റ് ചൊല്ലിയിട്ട് നമ്മൾ ചൊല്ലിയാൽ അതിന് കൂലി കിട്ടും. അയ്യുവല്ലദീന ആമനൂ ദിക്റുല്ലാഹി ദിക്റൻ കസീറ വസബ്ബിഹു ബുക്റതൻ വഅസീല ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു ലിയുഖ്രിജക്കും മിനൽ ളുൽമാത്തി ഇലൻ നൂർ. നമ്മുടെ എല്ലാ അടങ്ങാറും മാറാനും നമ്മുടെ അന്ധകാരത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഇതെല്ലാം ഒരു കാരണമാകും. ദിക്റുകളിലൂടെ, സലാത്തുകളിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.